നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം ഭരണത്തിലേക്ക്. ദശകങ്ങളായി നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ടി.വി.കെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ക്ഷണിച്ചിരിക്കുകയാണ്. ഗവർണറുമായി നടത്തിയ നിർണായകമായ അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞ സംബന്ധിച്ച അനുമതി ലഭിച്ചത്. ഭൂരിപക്ഷം തെളിയിച്ച ശേഷം മാത്രം സത്യപ്രതിജ്ഞ മതി എന്ന മുൻ നിലപാട് ഗവർണർ മാറ്റിയതോടെ ഇന്നു തന്നെ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റേക്കുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടിയാണ് ടി.വി.കെ കരുത്തുകാട്ടിയത്. കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണ്ട സാഹചര്യത്തിൽ 5 സീറ്റുകളുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടുപിന്നാലെ 2 സീറ്റുകളുള്ള വി.സി.കെ കൂടി പിന്തുണ അറിയിച്ചതോടെ വിജയുടെ പക്ഷത്തെ അംഗബലം 115 ഉയർന്നു. ഭൂരിപക്ഷത്തിന് ഇനി വെറും 3 സീറ്റുകൾ മാത്രം കുറവുണ്ട്. 14 ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാമെന്ന വിജയുടെ ഉറപ്പിന്മേലാണ് ഗവർണർ ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ടി.വി.കെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്ത പക്ഷം സുപ്രീംകോടതിയെ സമീപിക്കാൻ പാർട്ടിയും കോൺഗ്രസും നീക്കം നടത്തുന്നതിനിടയിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ്. CPM, CPI എന്നീ പാർട്ടികൾക്ക് വിജയ് പിന്തുണ തേടി കത്ത് നൽകി കഴിഞ്ഞു. NDA സഖ്യകക്ഷിയായ PMKയുമായും അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ പിന്തുണയ്ക്ക് പകരമായി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന PMK നേതാവ് അൻപുമണി രാമദോസിന്റെ ആവശ്യം വിജയ് തള്ളിയതായാണ് സൂചന. അതേസമയം പരാജയം സംബന്ധിച്ച DMK ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. ടി.വി.കെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം അണ്ണാ DMKയിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും ശക്തമായിട്ടുണ്ട്. ഇത് പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാളി പളനിസ്വാമിക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. വിജയുടെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകുമെന്ന വാർത്ത പറഞ്ഞതോടെ ചെന്നൈ നഗരം അക്ഷരാർത്ഥത്തിൽ ആരാധകരുടെ കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രിയതാരത്തിന്റെ അധികാര ആരോഹണം കാണാൻ പതിനായിരങ്ങളാണ് തടിച്ചുകൂടുന്നത്. സുരക്ഷ മുൻനിർത്തി സ്റ്റേഡിയം ഗേറ്റുകൾ താൽക്കാലികമായി അടച്ചിട്ടത് ദൂരദേശങ്ങളിൽ നിന്നെത്തിയ ആരാധകരെ നിരാശരാക്കിയെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകിയ വാർത്ത അവർക്ക് വലിയ ആശ്വാസം തന്നെ. സംസ്ഥാനത്തെ ക്രമസമാധാന നില കാത്തുസൂക്ഷിക്കാൻ മറീന ബീച്ചിലും നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിന് സമാനമായ രീതിയിൽ ജൻസി തലമുറ വലിയ തോതിൽ തെരുവിലിറങ്ങാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് കനത്ത ജാഗ്രതയാണ് തമിഴ്നാട്ടിലുടനീളം തുടരുന്നത്. വരും മണിക്കൂറുകൾ തമിഴകത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. എന്തായാലും അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം തമിഴ്നാട് ഭരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു സിനിമാ താരം കഴിഞ്ഞ ദശകങ്ങളായി തമിഴ് സിനിമയെ അടക്കി പണികൊണ്ടിരിക്കുന്ന വിജയ് ഏറ്റവും ഒടുക്കം തമിഴകത്തിൻ്റെ CM ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കൃത്യമായ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് വിജയെ തിരിച്ചയച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും അരമണിക്കൂർ കൂടി ഇരുവരും തമ്മിലുള്ള സംസാരത്തെ തുടർന്നാണ് ആദ്യം പ്രതിജ്ഞ, അതിനുശേഷം ഭൂരിപക്ഷം തെളിയിച്ചാൽ മതിയെന്നൊരു നിർണായകമായ ഇടപെടൽ ഗവർണർ നടത്തിയത്. എന്തായാലും വിജയ് ഏറ്റവും അടിയന്തരമായ മണിക്കൂറുകളിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.